അസ്സലാമലൈക്കും, ഹായ്, ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അങ്ങനെ നമ്മുടെ ലാസ്റ്റ് വീഡിയോൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പാത്രങ്ങളുണ്ട്. നമ്മളിന്ന് പൂവടയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിയെടുത്ത് ഓർഗനൈസ് ചെയ്ത് എല്ലാ അതിൻ്റേതായ സ്ഥാനത്തൊക്കെ വെച്ച് പിന്നെ നമ്മൾ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. പിന്നെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ പറയുക. ഇതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഒരുപാട് പേര് ഉപ്പാക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. പിന്നെ പൂവട ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി മൈദ ചേർത്തിട്ടുണ്ടായിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ മൈദ ചേർത്തി കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കില്ല. എനിക്കൊരു സുഖം തോന്നുന്നില്ല അത് കേൾക്കുമ്പോൾ. ഇച്ചിരി പൊട്ടിയാലും എല്ലാവരുടെയും മിക്കവാറും പൊട്ടാറുണ്ട് പൂവട, ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ച് പൊട്ടിയാലും ഇതാണ് ടേസ്റ്റ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത്. എൻ്റെ സിസ്റ്ററും പറഞ്ഞു അവളുടെയും പൂവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊട്ടാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കുറച്ചൊരു ചേഞ്ച് ഉണ്ടാവും. കാരണം ഞാനിപ്പം എൻ്റെ വീട്ടിലാണ് വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് വീട്ടിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ വ്ളോഗൊക്കെ വരും കേട്ടോ. അപ്പോൾ റൂം ഫുള്ള് അടയ്ക്കുമ്പോഴേ ഭയങ്കര എക്കോ ആണ് കേട്ടോ. റൂം തുറന്നിട്ട് അറിയാമല്ലോ, പിള്ളേരുടെ ബഹളം ഭയങ്കരമായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ റൂമെല്ലാം അടച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അത് മുകളിൽ വന്നിരുന്നിട്ട് അപ്പോൾ ഭയങ്കര എക്കോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ സിറ്റ് ഔട്ട് എല്ലാം അടിച്ചു വാരിയ ശേഷം പിന്നെ മുറ്റം ഒന്ന് അടിച്ചു വാരി എടുക്കാനുണ്ട്. മുറ്റത്ത് ഇപ്പോൾ പൊടിയും മണ്ണൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത്, ഇല കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നീളമുള്ള ചൂല് കൊണ്ട് തന്നെ അടിച്ചു വാരിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ. അപ്പോൾ മഴ പെയ്യുമ്പോൾ എന്താണെന്നറിയില്ല ഭയങ്കര മണ്ണ് വരുന്നുണ്ട്. അപ്പോൾ ഞാനിതാ വേഗം അടിച്ചു വാരി ഒന്ന് എടുക്കുകയാണ്. പിന്നെ നമ്മുടെ ചായപാത്രത്തിലെ ചായപ്പൊടി കൂടില്ല കുറയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. കുറയാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കാനിട്ടായിരിക്കും. ഫുള്ള് കാലിയായിട്ട് ഞാൻ പാത്രം കഴുകിയിട്ടൊക്കെ നിറയ്ക്കാറുണ്ട്. എന്താണെന്നറിയില്ല, നിങ്ങൾ കാണുന്ന ബ്ലോഗിൽ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും കേട്ടോ. പിന്നെന്താണ്, ഇങ്ങനെ ചട്ടിച്ചോറ് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ വാരി കൊടുക്കണം, അതാണ് ടേസ്റ്റ് എന്ന് പറയാം. അത് മിക്കവാറും പറയൂല്ലേ, അതെന്താന്ന് തന്നെ അറിയില്ല. നമ്മൾ ഇവിടെ പിള്ളേർ പറയും കൂട്ടാനൊന്നും ശരിയില്ലെങ്കിൽ ഞാൻ വാരിക്കൊടുത്താൽ പെട്ടെന്ന് കഴിക്കുകയും ചെയ്യും. ഇപ്പോൾ പറഞ്ഞ പോലെ നല്ല ടേസ്റ്റാണെന്ന് പറയുകയും ചെയ്യും കേട്ടോ. പിന്നെ ഹായ് ജിനിത്ത, ഞാൻ കുറച്ചായി വീഡിയോസ് കണ്ടിട്ട് ഇന്ന് ഇരുന്ന് എല്ലാ വീഡിയോസും കണ്ടു തീർത്തു, പഠിച്ചോനെ. താങ്ക് യു സോ മച്ച്. എന്തായാലും ഈ പറഞ്ഞ പോലെ ഫുള്ള് ഇരുന്ന് കണ്ടു തീർക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ടാസ്ക് തന്നെയാണ് കേട്ടോ. നമ്മളെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ ഉള്ളിലൊക്കെ ഒന്ന് വേഗം പോയി അടിച്ചു വാരി ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ നമുക്ക് എന്താ പറയുക, ഉച്ചയ്ക്ക് ഭയങ്കര സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യണത്. ഇന്നലെയും മിന്നാന്നൊക്കെ, അതായത് പെരുന്നാൾ കഴിഞ്ഞ പിന്നെ ഞാൻ കൂടുതൽ വെജിറ്റബിൾ മാത്രം അങ്ങനെ നോക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം ഒരു മാസം പിന്നെ അത് കഴിഞ്ഞ് പെരുന്നാളിൻ്റെ ഹാങ് ഓവർ, വേറെ നോൺ വെജ് ഒന്നും കഴിക്കാനുള്ള ഒരു ഇതില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ വെജിറ്റബിൾ തന്നെ ഉണ്ടാക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. ലഞ്ച് ഉണ്ടാക്കണം. ലഞ്ചിന് മുന്നേ ആണ് ഞാനിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അതേപോലെ നമ്മളോട് പൂവടയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് കണ്ട് കൊതിക്കാനല്ലേ പറ്റൂ, ഓൺലൈനായിട്ട് അയച്ചു തരാൻ പറ്റൂലല്ലോ എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഒരു കമൻറ്റ് കണ്ടു. ഇനിയിപ്പോൾ ഓൺലൈനായിട്ട് അയച്ചു തരാൻ അത് ബാക്കിയില്ലേനും അത് കഴിയും ചെയ്തു. പിന്നെ പൂവടയുടെ സെയിം വ്ളോഗ് തന്നെയല്ലേ ഈ വ്ളോഗ് എന്ന്. പൂവടയുടെ വ്ളോഗ് ഞാൻ പൂവട മാത്രം റെസിപ്പി ആക്കിയിട്ട് ചെയ്തതാണ്. ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് അന്നത്തെ കാര്യങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു മിനി വ്ളോഗ് ആക്കിയതാണ്. ഞാൻ മിനി വ്ളോഗ് ആക്കുമ്പോൾ നമ്മുടെ ലോങ് വീഡിയോ കട്ട് ചെയ്ത് എടുത്തിട്ടാണ് ഞാൻ മിനി വ്ളോഗ് ആക്കുന്നത്. മിനി വ്ളോഗ് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അവർക്കും കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ രണ്ടും വേറെ വേറെയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരേപോലെയൊക്കെ തോന്നുമായിരിക്കും, കാരണം എല്ലാ വ്ളോഗിലും ഞാൻ തന്നെയല്ലേ, അതുകൊണ്ടായിരിക്കും കേട്ടോ. ഞാൻ ഈ വീട് പിന്നെ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ, റെസിപ്പികൾ മാത്രം കുറച്ച് ചേഞ്ച് ആവുന്നത് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. അപ്പോൾ എന്തായാലും ഇതാ ഉള്ളിൽ കുട്ടികളുടെ റൂം വേഗം അടിച്ചു വാരി എടുത്തു. പിന്നെ നമ്മൾ ഹാളൊന്ന് അടിച്ചു വാരി എടുക്കാനുണ്ടായിരുന്നു.
അങ്ങനെ പെട്ടെന്ന് അടിച്ചു വാരി കഴിഞ്ഞാൽ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുറ്റം ബാക്ക് സൈഡ് ഒന്ന് അടിച്ചു വാരി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ കമൻ്റ് ഇട്ടവരൊക്കെ നമ്മുടെ നെക്സ്റ്റ് വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ അതിലാണ് ഞാൻ റിപ്ലൈ തരാറുള്ളത്. ഇഡലി പാത്രത്തിൻ്റെ ലിങ്കൊന്നുമില്ല, ഞാൻ നമ്മുടെ ലുലുന്ന് മേടിച്ചതാണ് കേട്ടോ. അത് ദേവെന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ ലിങ്കൊന്നുമില്ല കേട്ടോ. ഞാൻ അധിക കാര്യങ്ങളും ഓഫ്ലൈനാണ് മേടിക്കാറുള്ളത്. ഓൺലൈൻ പർച്ചേസ് ഭയങ്കര കുറവാണ് കേട്ടോ. പിന്നെ ബിലീറ്റുള്ള ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ട്. നല്ല എണ്ണയാണ് നല്ലത്, അതായത് നമ്മുടെ പപ്പായ അച്ചാറിന് നല്ല എണ്ണയാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയാം, പക്ഷെ നമ്മൾ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഇടുന്ന ഒരു അച്ചാറല്ലേ, അപ്പം തന്നെ തീർക്കുന്ന ഒരു അച്ചാറല്ലേ. അപ്പം ഞാൻ ഏതെണ്ണ വെച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ ഈ പാലിൻ്റെ കേസ് ഉണ്ടല്ലോ, നമ്മൾ എന്നും ചിലപ്പോൾ ഈ 3 ഗ്ലാസ് ചായ 4 ഗ്ലാസ് ചായ ആയിരിക്കില്ല. ചിലപ്പോൾ ഉപ്പാക്ക് 1/2 ഗ്ലാസ് മതിയായിരിക്കും, എനിക്ക് 1/2 ഗ്ലാസ് മതിയായിരിക്കും, കുട്ടിക്ക് അങ്ങനെയൊക്കെ പല ദിവസങ്ങളിൽ പല അളവിലാണ് നമ്മൾ ചായ ഉണ്ടാക്കാറ്. അപ്പോൾ പല അളവിലാണ് പാലെടുക്കാറുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അളന്നെടുക്കുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ മുരിങ്ങക്കായ വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. വീട്ടിൽ തന്നെ ഉണ്ടായതാണ് ഈ മുരിങ്ങക്കായൊക്കെ. നോമ്പിന് മുമ്പ്, പെരുന്നാളിന് മുമ്പ് നമ്മൾ വലിച്ചതാണ്, കവറിൽ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അയാൻകുട്ടി ഇതൊക്കെ കൊണ്ടുവന്നു, ഉള്ളിയും പിന്നെ റോബസ്റ്റ് പഴമൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ ഒന്ന് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ അരി ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ, ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം പോയി അരിയൊക്കെ ഒന്ന് കഴുകി വെച്ചു. അതിലോട്ടുള്ള വെള്ളമാക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ട് പിന്നെ നമ്മൾ മൺചട്ടിയിലാണ് ഉപ്പേരിയൊക്കെ വെക്കാൻ പോകുന്നത്. പൊതുവേ ഞാൻ മൺചട്ടി ലവറാണെന്ന് അറിയാലോ. അപ്പോൾ ചോറ് വേവാനുള്ള വെള്ളമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ മുരിങ്ങക്കായൊക്കെ ഒന്ന് കഴുകിയെടുത്ത് ഇനിയിപ്പോൾ നമുക്കിത് ഉപ്പേരി വെക്കാം കേട്ടോ. അപ്പുറത്ത് നമ്മൾ കുക്കറും വെക്കുന്നുണ്ട് ചോറാവാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഇതാ കുക്കർ വെച്ചൊന്ന് ഓണാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി ഒന്ന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ എന്നോട് എവിടെ സ്ഥലം, മക്കൾ എത്ര ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ ചാനൽ ഇപ്പോൾ കാണാൻ തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. സ്ഥലം പാലക്കാടാണ്, മക്കൾ 2 മക്കളാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ കടുകും ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം വെജിറ്റബിളിലോട്ട് എപ്പോഴും നല്ലതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഞാൻ ഇതിലോട്ട് നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കുക. ചില ആൾക്കാർ ഇത് ലാസ്റ്റാണ് താളിക്കുക, ഞാൻ പിന്നെ താളിച്ചിട്ട് അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു, ഒന്നുകൂടി എളുപ്പമല്ലേ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തി കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി കുറച്ച് വെള്ളം ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഈ മുരിങ്ങക്കായ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഉടഞ്ഞങ്ങ് പോരുത്, പാകത്തിനുള്ള ഒരു വേവാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് അരപ്പ് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ മുരിങ്ങക്കായ ഞാൻ അപ്പുറത്തെ സ്റ്റൗവിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തട്ടിക്കൂട്ട് മോര് കാച്ചിയതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കടുക്, ജീരകം, ഉലുവ ചേർത്തിട്ട് പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് വലിയുള്ളി, പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും ചേർത്തി കൊടുക്കുന്നുണ്ട്. വലിയുള്ളി സ്ലൈസ് ചെയ്താണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത്, പച്ചമുളകും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കണം, നല്ലത്. എൻ്റെ കയ്യിൽ പേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും അതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. നമ്മുടെ മോരുകറി കുറച്ച് മഞ്ഞായിട്ട് ഇരിക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് അടിച്ച മോരിനെ ഏത് തിക്കിലാണോ നിങ്ങൾക്ക് വേണ്ടത് അങ്ങനെ ഒന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്ക് തിളയ്ക്കാൻ വെക്കണ്ട കേട്ടോ, ഭയങ്കര തിളച്ച് കഴിഞ്ഞാൽ അങ്ങ് പിരിഞ്ഞു പോകും. ഇനിയിപ്പോൾ ഇളക്കി കൊണ്ടേ ഇരുന്നിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ചൂടോടെ അടച്ചു വെച്ചാലും പിരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ മുരിങ്ങക്കായ വെന്തിട്ടുണ്ടായിരുന്നു. അരപ്പായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ ജീരകം അതുപോലെ തേങ്ങയാണ്. തേങ്ങ അതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ മുരിങ്ങക്കായ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിലോട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതന്നെ നമുക്ക് അവിയലാക്കിയിട്ടും യൂസ് ചെയ്യാം. ഇത് ഓഫാക്കിയിട്ട് കുറച്ച് തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊരു അവിയലും കൂടെ നമുക്ക് ആക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മുരിങ്ങക്കായ ഉപ്പേരിയൊക്കെ റെഡിയായി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്.
പിന്നെ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കിയത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാറ് പറഞ്ഞാൽ നല്ലോണം ഡ്രൈ ആക്കിയിട്ട് എടുക്കും കേട്ടോ. ആ ഗ്രേവിയും ചിക്കൻ പീസും എല്ലാം കൂടെ അങ്ങോട്ട് കിടന്ന് എണ്ണയിൽ മൊരിഞ്ഞ് അങ്ങോട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ അങ്ങനെ ആക്കാനും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം പോയി അവിടേക്കൊന്ന് ക്ലീൻ ആക്കി എടുത്തു. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അതായത് ഗ്രേവി ഒന്ന് ഡ്രൈ ആക്കി എടുത്ത് പെപ്പർ ഫ്രൈ പോലെ ഉണ്ടാവും കേട്ടോ അത് കഴിക്കാൻ. പിന്നെ മുരിങ്ങക്കായ ഉപ്പേരിയും മോരുകറിയൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മൾ ലഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ വേഗം പാത്രങ്ങളൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ സ്വയംവരയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ട്. അവിടുന്ന് ഞാൻ 2-3 പേരെ കണ്ടിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, 2-3 പേര്. പിന്നെ ഒരു ഉമ്മാക്ക് എന്നോട് സംസാരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ മോള് വന്ന് വലിച്ചിട്ട് പോകണം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്തിനാന്ന് തന്നെ എനിക്കറിയില്ല. ഉപ്പ പള്ളിക്ക് പോകാൻ വേണ്ടി റെഡി ആയതാണ്. ഉപ്പാൻ്റെ ബ്രദറിൻ്റെ മോന് വരും, ഓട്ടോയിൽ വരും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകും കേട്ടോ. ആയൻകുട്ടിയും കൂടെ പോകുന്നുണ്ട്. അതേപോലെ ഉണ്ടല്ലോ ആ ഒരു സീന് ഞാൻ മറക്കൂല കേട്ടോ. ആ ഉമ്മാക്ക് എൻ്റെ അടുത്ത് സംസാരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് തോന്നുന്നു. അതിങ്ങനെ വരാൻ നിന്നപ്പോഴത്തേക്കും അതിൻ്റെ മോള് കൈ പിടിച്ച് വലിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ടാ. ഞാനപ്പോൾ ഇങ്ങനെ ഇരുന്ന് നോക്കി പഠിച്ചോനെ എന്തിനാണ് ഇങ്ങനെ കാണിക്കണത്. ഇനിയിപ്പോൾ അഥവാ എൻ്റെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ആ സുഖമല്ലേ മോളെ, അങ്ങനെ ഒരു വാക്ക് അത്രയേ ഉള്ളൂ ഉണ്ടാവുക. അതതിനൊരു സന്തോഷം കിട്ടുകയാണെങ്കിൽ അത് ചെയ്യാൻ സമ്മതിച്ചൂടെ എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടോ. അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കൈ പിടിച്ചൊരൊറ്റ വലിച്ചിട്ട് എൻ്റെ മോനും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇങ്ങനെ പറയുകയും ചെയ്തു. എൻ്റെ മോനും പറയും എന്തിനാ അങ്ങനെ ചെയ്യാൻ നിൽക്കണല്ലേ എന്നുള്ളത് എൻ്റെ മോനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പോയ ശേഷമാണ് ഞാനിതാ ഉള്ളിലൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ പോകുന്നത്. പിന്നെ വേഗം പോയി കുളിക്കാൻ വേണ്ടി ഓടിപ്പോയി. കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പള്ളിയിൽ നിന്ന് അവർ വരാനും സമയമായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചോറെല്ലാം ഒന്ന് തിളപ്പിച്ച് വിട്ടണം. കുക്കറിൽ ഒരു 2 വിസിൽ ആക്കി വെച്ചിട്ടുള്ളത്, ചൂടാറിയിട്ടുണ്ടാവും. അപ്പം ഞാൻ എന്ത് ചെയ്യും, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ച് ഊറ്റിക്കഴിഞ്ഞാൽ നല്ല ചൂടുള്ള ചോറ് കിട്ടും ചെയ്യും. അപ്പം ഞാൻ അടുക്കളയിലോട്ട് പോയതും ഫസ്റ്റ് അത് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ നമ്മുടെ ചിക്കന് ഞാൻ നേരത്തെ വെച്ചിരുന്നില്ലേ, ഇതങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ ആരെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ കടലയൊക്കെ ബാക്കി വന്നാൽ, കടലക്കറിയൊക്കെ ഉണ്ടാക്കില്ലേ, അതൊക്കെ ബാക്കി വന്നാലും ഞാൻ ഇതേപോലെ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എന്നിട്ട് കടലയാകുമ്പോൾ അതിലോട്ട് കുറച്ച് പച്ചയുള്ളിയും പച്ചമുളകും കുറച്ച് മല്ലിയിലയൊക്കെ അങ്ങോട്ട് കൊത്തിയരിഞ്ഞ് ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ ചിക്കനിലോട്ടും അത് നന്നായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ പപ്പടം വറുക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഉപ്പേരി കാര്യങ്ങളൊക്കെ ഒന്ന് സെർവ് ചെയ്തെടുക്കണം, കറിയും സെർവ് ചെയ്തെടുക്കണം കേട്ടോ. ഈ പറഞ്ഞ പോലെ എന്താ പറയുക, പപ്പടം ഉണ്ടല്ലോ, ആദ്യത്തെ 2-3 പപ്പടം തീരെ പൊള്ളി വന്നില്ല. പിന്നെ അങ്ങോട്ട് പൊള്ളിയതും ഒരൊറ്റ പൊള്ളലും പൊള്ളിട്ടോ. എന്താണെന്നറിയില്ല, പപ്പടം ഗുണമില്ലാഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല. ഞാൻ നല്ലപോലെ എണ്ണയൊക്കെ ചൂടാക്കിയിട്ട് തന്നെയാണ് ഇട്ടത്. പക്ഷെ പപ്പടത്തിൻ്റെ കോലം നിങ്ങൾ കണ്ടോളൂ കേട്ടോ. പക്ഷെ ഈ ഒരു കമ്പനിയുടെ പപ്പടം ഇവിടെ നല്ല പപ്പടമാണെന്നാണ് പറയാറ്. പക്ഷെ നമുക്ക് എന്തോ കിട്ടിയില്ല, അത്ര നല്ല പപ്പടമായിട്ട് കിട്ടിയില്ല. ഇതാ കോലം നിങ്ങൾ ഇപ്പം തന്നെ കണ്ടോളൂ. പിന്നെന്തൊക്കെയാണ് നിങ്ങളുടെ, എനിക്കാണെങ്കിൽ സംസാരിക്കാൻ വിഷയമില്ലാത്ത പോലെ ആയിപ്പോയിട്ടു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുക നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി. അതേപോലെ ഞാൻ റിപ്ലൈ തരാം കേട്ടോ. ഇങ്ങനെ ഒരു പൊള്ളായിട്ട് എനിക്ക് കിട്ടി, ബാക്കിയൊക്കെ അങ്ങനെ അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ പപ്പടമൊക്കെ കാച്ചിയ ശേഷം പിന്നെ ചോറ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്നും തിളപ്പിച്ചൂറ്റി ഒന്ന് അരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ എല്ലാം കൂടെ ആക്കിയിട്ട് എൻ്റെ കയ്യിൻ്റെ പെയിന് തിരിച്ചു വരണ്ട പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ആദ്യം ചോറ് ഇതിലോട്ട് ഇട്ടിട്ട് പിന്നെ കുക്കറിൽ അങ്ങ് കമഴ്ത്തിട്ടോ. കാരണം എനിക്ക് ഇങ്ങനത്തെ ഒക്കെ വെയിറ്റുകൾ എടുക്കുമ്പോഴാണ് പെട്ടെന്ന് കൈ ഭയങ്കര വേദന വരുന്നത്. പണ്ടൊക്കെ ഈ ഒരു വലത് കൈ കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എനിക്ക് 2 കൈ ആവശ്യമുണ്ട്. മറ്റേ ഒറ്റ കൈ കൊണ്ടേ എല്ലാ കാര്യങ്ങളും വെയിറ്റും ഒക്കെ തൂക്കുമായിരുന്നു. ഇപ്പം എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ ഇതാ ചോറും കാര്യങ്ങളൊക്കെ ഒന്ന് ടേബിളിലോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുക, അത്രേ ഉള്ളൂ ബാക്കി പരിപാടി. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ കറിയാണ്, അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പപ്പടം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കനും നമ്മുടെ മുരിങ്ങക്കായ ഉപ്പേരിയും അതേപോലെ മോരുകറിയും ഒക്കെ ആയിട്ട് ഇന്ന് സുഭിക്ഷമായിട്ടുള്ള ഒരു ലഞ്ച്. അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പപ്പായയും ഉണ്ണിത്തണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കുറച്ച് ലൂസായിട്ടുള്ള അച്ചാറില്ലേ, അതാണ് കേട്ടോ. പിന്നെ പ്ലേറ്റുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോയും ജിനിയെയും ഫാമിലിയെയും ഒരുപാട് ഇഷ്ടമാണ്. നെക്സ്റ്റ് വീഡിയോയിൽ എനിക്കൊരു ഹായ് തരുമോ ചോദിച്ചിട്ടുണ്ട്.
നെജുമ എന്നാണ് ID കണ്ടത് കേട്ടോ. എന്തായാലും നെജുമ കുട്ടി ഹായ് ഉണ്ട് കേട്ടോ. നെജുമ കുട്ടിയാണോ അതോ എൻ്റെ അതേ ഏജ് ആണോ? എന്തായാലും ഹായ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ എല്ലാം സെർവ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇരുന്ന് കഴിച്ച ശേഷം പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും ഈവനിങ്ങും ആവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനലും അതുപോലെ FB പേജും ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാ വ്ളോഗിൽ നമ്മുടെ കഹാനിയുടെ പുതിയ കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്താം. അപ്പോൾ എന്തായാലും ആ പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അതേപോലെ നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ വേഗം ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.